ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ലക്നൗ സൂപ്പർ ജയൻസിന് വിജയത്തുടക്കം. 50 റൺസിനാണ് ലക്നൗ ഡൽഹി ക്യാപിറ്റൽസിനെ പരാജയപ്പെടുത്തിയത്. ലക്നൗ നിശ്ചിത ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 193 റൺസ് നേടിയപ്പോൾ ഡൽഹിയുടെ ഇന്നിംഗ്സ് 9 വിക്കറ്റ് നഷ്ടത്തിൽ 143 അവസാനിക്കുകയായിരുന്നു. ഓപ്പണർമാർ മികച്ച തുടക്കമാണ് ഡൽഹിക്ക് നൽകിയത്. എന്നാൽ 5-ാം ഓവറിലെ മാർക്ക് വുഡിന്റെ അടുത്തടുത്ത പന്തുകളിൽ പൃഥ്വി ഷായും മിച്ചൽ മാർഷും കൂടാരം കയറിയതോടെ ഡൽഹി സമ്മർദ്ദത്തിലായി. പിന്നാലെ സർഫാറസ് ഖാനെയും പുറത്താക്കി വുഡ് കളി ലക്നൌവിന് അനുകൂലമാക്കി. റീലി റൂസോ ഡേവിഡ് വാർണർ സഖ്യം വിജയപ്രതീക്ഷ നൽകിയെങ്കിലും റൂസോയെ പുറത്താക്കി ബിഷ്ണോയ് ഡൽഹിക്കുമേൽ വീണ്ടും പ്രഹരമേൽപ്പിച്ചു. പിന്നാലെ ക്രീസിലെത്തിയവർക്ക് താളം കണ്ടെത്താനാവാഞ്ഞതോടെ ഡൽഹി കീഴടങ്ങി. 48 പന്തിൽ 56 റൺസ് എടുത്ത വാർണറാണ് ഡൽഹിയുടെ ടോപ്പ് സ്കോറർ. 2 അക്കം കടന്നത് ആകെ 4 പേർ. 4 ഓവറിൽ 14 റൺസ് മാത്രം വിട്ടു നൽകി 5 വിക്കറ്റ് എടുത്ത മാർക്ക് വുഡാണ് ഡൽഹിയെ തകർക്കുന്നതിൽ നിർണായകമായത്. ആവേശ് ഖാനും രവി ബിഷ്ണോയും 2 വിക്കറ്റുകൾ നേടി. അതേസമയം ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ സൂപ്പർ ജെയിൻസ് സ്വന്തം തട്ടകത്തിൽ പതിയെയാണ് തുടങ്ങിയത്. 4-ാം ഓവറിൽ 8 റൺസ് എടുത്ത് നായകൻ KL രാഹുൽ മടങ്ങുമ്പോൾ സ്കോർ ബോർഡിൽ 19 റൺസ്. പിന്നാലെ ക്രീസിലെത്തിയ ദീപക് ഹുഡയും നിരാശപ്പെടുത്തി. എന്നാൽ ഒരറ്റത്ത് നിറഞ്ഞു കളിച്ച കെയ്ൽ മയേഴ്സ് ഡൽഹി ഇന്നിംഗ്സിന് വേഗം കൂട്ടി. 38 പന്തിൽ 7 സിക്സും 2 ഫോറും ഉൾപ്പെടെ 73 റൺസ് താരം അടിച്ചെടുത്തു. മയേഴ്സിനെ ബൗൾഡാക്കി അക്സർ പട്ടേൽ ഡൽഹിക്ക് ബ്രേക്ക് ത്രൂ നൽകിയെങ്കിലും നിക്കോളസ് പുരന്റെ ഇന്നിംഗ്സും ആയുഷ് ബദോനിയുടെ അവസാന ഓവറിലെ വെടിക്കെട്ടും ലക്നൌവിനെ മികച്ച സ്കോറിലെത്തിച്ചു. ഫീൽഡിംഗിലെ തുടർപ്പിഴവുകളും ഡൽഹിക്ക് തിരിച്ചടിയായി. ഡൽഹിക്കായി ഖലീൽ അഹമ്മദും ചേതൻ സക്കറിയയും 2 വിക്കറ്റുകളും അക്സർ പട്ടേലും കുൽദീപ് യാദവും ഓരോ വിക്കറ്റ് വീതവും വീഴ്ത്തി. സ്പോർട്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.